അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, വിവാഹം ഓരോ മുസ്ലിമിൻ്റെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ചിലരുടെ വിവാഹം വളരെ എളുപ്പത്തിൽ നടക്കുന്നു, എന്നാൽ ചിലർ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ നല്ല ആലോചനകൾ വന്നിട്ടും മുന്നോട്ടു പോകുന്നില്ല. ചിലപ്പോൾ കാരണങ്ങൾ പോലും മനസ്സിലാകുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസി നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ കരുണയിൽ പ്രതീക്ഷ വെച്ച് അവനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഇന്ന് വിവാഹത്തിനായി ദുആ ചെയ്യുമ്പോൾ ഒരു മുസ്ലിം എങ്ങനെ അള്ളാഹുവിലേക്ക് തിരിയണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹു എല്ലാ കാര്യങ്ങളുടെയും ഉടമയാണ്. നമ്മൾക്ക് അസാധ്യമെന്ന് തോന്നുന്നത് പോലും അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് വിവാഹം വൈകുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിരാശപ്പെടലല്ല, മറിച്ച് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കലാണ്. 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. ഓരോ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. രാത്രിയുടെ അവസാന 1/3 എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. അതിനുശേഷം ഹൃദയം തുറന്ന് അള്ളാഹുവിനോട് പറയൂ, യാ അല്ലാഹ്, എനിക്ക് ദീനിലും ദുനിയാവിലും നന്മയുള്ള ഇണയെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ വിവാഹം എളുപ്പമാക്കണമേ. എനിക്ക് നല്ലത് മാത്രം തിരഞ്ഞെടുക്കണമേ എന്നൊക്കെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ച മനോഹരമായ ഒരു ദുആയുണ്ട്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുനിൻ വജ്അൽന ലിൽമുത്തഖീന ഇമാമ. അതിൻ്റെ അർത്ഥം, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്നവരെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെ സൂക്ഷ്മതയുള്ളവരുടെ മാതൃകയാക്കണമേ. ഈ ദുആ വിവാഹിതർക്കു മാത്രമല്ല, നല്ല ജീവിത പങ്കാളിയെ ആഗ്രഹിക്കുന്നവർക്കും അർത്ഥമായ ഒരു പ്രാർത്ഥനയാണിത്. അതോടൊപ്പം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയൂ. പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൂ. ഹലാൽ മാർഗങ്ങൾ സ്വീകരിക്കൂ. മാതാപിതാക്കളുടെ ദുആ നേടൂ. സ്വതക്ക നൽകാൻ കഴിയുമെങ്കിൽ നൽകൂ. ഇവയെല്ലാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ സഹായിക്കുന്ന അമലുകളാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. വിവാഹം വൈകുന്നു എന്നതുകൊണ്ട് അള്ളാഹു നിങ്ങളെ മറന്നുവെന്ന് അർത്ഥമില്ല. അവൻ നിങ്ങളുടെ അവസ്ഥ അറിയുന്നവനാണ്. അവൻ ഏറ്റവും നല്ല സമയം അറിയുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ വിശ്വാസം വെക്കൂ. നിങ്ങളുടെ വിവാഹം വൈകുന്നുണ്ടെങ്കിൽ നിരാശപ്പെടരുത്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് നിർത്തരുത്. നിങ്ങൾക്ക് ദീനിലും ദുനിയാവിലും നന്മയുള്ള ജീവിത പങ്കാളിയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിവാഹം എളുപ്പമാക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് നിറക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.